വയനാട്ടിലേക്ക് പോയാൽ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിർമ്മാണം പൂർത്തിയായി 2 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങാതെ കിടക്കുകയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. 5 നില കെട്ടിടവും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടും ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കാത്തതാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധിയായി ഇപ്പോൾ നിൽക്കുന്നത്. ബത്തേരി താലൂക്ക് ആശുപത്രിയിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നുണ്ട്. വയനാട് നിന്ന് എം കമലാണ് നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. കമൽ, നമുക്കറിയുന്ന ഒരു സത്യമുണ്ട്, ഒരു വസ്തുതയുണ്ട്. വയനാട്ടിൽ താമസിക്കുന്ന, വയനാട് ജില്ലയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഓടുക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. കാരണം വയനാട് ജില്ലയിൽ അതിന് ചികിത്സ തേടാൻ അവർക്ക് പെട്ടെന്ന് പോയി ആശ്രയിക്കാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രിയില്ല. അത് എത്രയോ കാലമായി, എത്രയോ വർഷങ്ങളായുള്ള അവരുടെ വയനാട്ടുകാരുടെ പരാതിയാണ്. തീർച്ചയായും വയനാട്ടുകാർ വർഷങ്ങളായി പറയുന്ന പ്രശ്നമാണ് ആരോഗ്യരംഗത്തെ അപര്യാപ്തത. ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി, ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കി ഉയർത്തിയെങ്കിലും അവിടെ ഇപ്പോഴും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന വിഷയം അങ്ങനെ നിലനിൽക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു വിഷയമാണ്. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ്. നമ്മൾ എല്ലായിടത്തും സൗകര്യങ്ങളുടെ അപര്യാപ്തത പറയുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി കെട്ടിടങ്ങൾ നിർമ്മിച്ചു. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല. സ്റ്റാഫ് പാറ്റേൺ പുതുക്കിയിട്ടില്ല. എനിക്ക് പിന്നിൽ കാണുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്കായി നിർമ്മിച്ച 5 നിലയുള്ള ആധുനിക നിലയിലുള്ള കെട്ടിടവും അതിൻ്റെ ബ്ലോക്കാണ്. അതിനുള്ളിൽ ഉപകരണങ്ങളടക്കം സെറ്റ് ചെയ്തിട്ട് 2 വർഷമായി. പക്ഷേ ഇതുവരെ അവിടേക്ക് തസ്തിക നിർണ്ണയം നടത്തി ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. HMC മെമ്പർ ഉമ്മർ കുണ്ടാട്ടിലാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇങ്ങനെ കിടക്കുന്നത്? അതായത് വർഷങ്ങളോളായിട്ട് നമ്മുടെ സുൽത്താൻ ബത്തേരി താലൂക്ക് താലൂക്ക് ആശുപത്രിക്ക് വേണ്ടുന്ന എല്ലാ മെറ്റീരിയൽസുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ബിൽഡിംഗാണ് പൂർത്തീകരിക്കപ്പെട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടില്ല. ഉദ്ഘാടനം നടത്താത്തത് ഡോക്ടർമാരുടെ തസ്തിക നിർണ്ണയിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഉദ്ഘാടനം നടത്താത്തതുണ്ട്. ഈ കോടികളുടെ ഉപകരണങ്ങൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഉപകരണം നഷ്ടപ്പെട്ടു പോകും, അത് നശിച്ചു പോകും. അതുപോലും ഈ ഗവൺമെൻറ് അതിൻ്റെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെയുള്ളത് നമുക്കറിയാം, ഏകദേശം 10 വർഷത്തോളമായി ഈ ബിൽഡിങ്ങിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളമായിട്ട് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു. 2 വർഷം മുമ്പ് പൂർത്തീകരിച്ചു. അതിൻ്റെ വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും ഇവിടെ വാങ്ങി അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഒറ്റ കാര്യം അവർ പറയുന്നുള്ളൂ, ഇവിടെ നമുക്ക് തസ്തിക ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഉദ്ഘാടനം ഒഴുകിപ്പോകുന്നത്. സാങ്കേതിക കാരണം, അതായത് തസ്തിക ഇല്ലാത്തത് കൊണ്ട് മാത്രം കോടികളുടെ ഉപകരണങ്ങൾ നശിക്കുന്നു. തൊട്ടടുത്താണ് താലൂക്ക് ആശുപത്രി. അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ബ്ലോക്ക് ഉള്ളത്. താലൂക്ക് ആശുപത്രിയിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല. 200 കിടക്കകളുള്ള ആശുപത്രിയിൽ 52 കിടക്കകൾക്കുള്ള തസ്തികകളെ ഇപ്പോഴുള്ളൂ. താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതി എന്ന് ഒരു ദിവസവും 2000-ഓളം വരുന്ന രോഗികൾ വന്ന് സേവനം സ്ഥലമാണ് സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റൽ. മതിയായ ഡോക്ടർമാരോ അതുപോലുള്ള മറ്റ് ജീവനക്കാരില്ലാത്തതിൻ്റെ അപര്യാപ്തത പലപ്പോഴായിട്ട് ജനങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകും. നീലഗിരി അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കൂടെ രോഗികൾ വരുന്നുണ്ടല്ലോ. പന്തല്ലൂർ, ഗൂഡല്ലൂർ താലൂക്ക്, ഗൂഡല്ലൂർ, ഊട്ടി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ രോഗികളും ഏറ്റവും കൂടുതൽ സേവനം ആഗ്രഹിക്കുന്ന ഒരു ആശുപത്രിയാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ കെട്ടിടങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാരുടെയും അതുപോലെ മറ്റുള്ള സ്റ്റാഫ് പാറ്റേൺ ഇല്ലാത്തതിൻ്റെ ഫലമായി പലപ്പോഴായിട്ട് രോഗികളുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കാറുള്ളത്. രതീഷ്, ആര്യ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വ്യത്യസ്തമാണ് ഇവിടുത്തെ സ്ഥിതി. നമ്മൾ മറ്റു പല സ്ഥലത്തും സൗകര്യങ്ങളില്ല അല്ലെങ്കിൽ കെട്ടിടങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ഡോക്ടർമാരെ നിയമിക്കാനോ തസ്തിക പുനർനിർണ്ണയിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല. 2 വർഷമായി ഒരു 5 നില കെട്ടിടവും അതിനകത്തെ ഉപകരണങ്ങളും വെറുതെ കിടക്കുന്ന അവസ്ഥയാണ് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലുള്ളത്.